2026 കാനഡ ഇമിഗ്രേഷന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. 2024 സെപ്റ്റംബർ മുതൽ ലോ വേജസ് കാറ്റഗറി LMIക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാ LMI ആപ്ലിക്കേഷനുകളും നിർത്തിവെക്കാനും പുനഃപരിശോധിക്കാനുമുള്ള കാനഡ ഗവൺമെന്റ് ഒരു പുതിയ ഓർഡറാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ 2026 ജനുവരി മുതൽ LMIക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആളുകളും ഇനി അപ്ലൈ ചെയ്യാനുള്ള ആളുകളെയും ഇത് ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അതിന് അവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മുടന്തൻ ന്യായം എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ മുതൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ഇനി അവർ തീരുമാനിക്കാൻ പോകുന്നത് 2 പ്രധാന കാറ്റഗറി അടിസ്ഥാനത്തിലായിരിക്കും. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അവർ ഏത് പ്രൊവിൻസിൽ നിന്നാണോ, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ അവർ അപ്ലൈ ചെയ്തത്, ആ സ്റ്റേറ്റിലെ അന്നത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ അപേക്ഷകൾ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും നിർത്തിവെക്കാനായിട്ട് പോവുകയാണ്. അതിന് കാനഡ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് പ്രൊവിൻസിലാണോ ആ പ്രൊവിൻസിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6% കുറഞ്ഞതായിരിക്കണം. 6%മോ അതിൽ കൂടുതലോ ആണ് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അതിന് അവരൊരു വലിയ ലിസ്റ്റ് തന്നെ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഏറ്റവും അധികം നമ്മുടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതായത് ഒണ്ടാരിയോയിലെ ടൊറന്റോ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, കാൽഗറി, ക്യൂബക്ക്, ഇവിടെ എല്ലാം തന്നെ 2024 മുതൽ അവരുടെ ലിസ്റ്റ് പ്രകാരം 6% മുകളിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല പങ്കു ആളുകളുടെയും LMI അപേക്ഷ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവരുടെ ലിസ്റ്റ് പ്രകാരം ഓൾ കാനഡയിൽ ഏതാണ്ട് 17 സിറ്റികളിൽ 6% താഴെയാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിറ്റികളിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ LMIയുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഹോപ്പുണ്ട്. ആ സിറ്റികൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മളൊക്കെ അറിയുന്ന സിറ്റികൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു പറയാം. ബാക്കിയുള്ള സിറ്റികളും നിങ്ങൾക്ക് ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഒന്ന്, നൊവാസ്കോഷ്യയിലെ ഹാലിഫാക്സ്, ന്യൂ ബ്രൺസ്വിക്ക്, ക്യൂബക്കിലെ മോൺട്രിയാൽ, ഒണ്ടാരിയോയിലെ കിങ്സ്റ്റൺ, മാനിറ്റോബയിലെ വിന്നിപ്പെഗ്, ബ്രിട്ടീഷ് കൊളംബിയയിലെ വാങ്കൂവർ, ഒണ്ടാരിയോയിലെ പീറ്റർബ്രോ, ഒണ്ടാരിയോയിലെ തണ്ടർ ബേ, പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലെ വിക്ടോറിയ. ഈ പറഞ്ഞ സിറ്റികളിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഹോപ്പാണ്. കാരണം അവിടുത്തെ 2024 സെപ്റ്റംബർ മുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 6% താഴെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു, അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ അപേക്ഷ അപ്രൂവ് ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഇത് ഒരു ലോ വേജസ് കാറ്റഗറിയിലുള്ള LMI ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തതായിട്ടുള്ള ആ പ്രൊവിൻസിന് നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് അവർ നിശ്ചയിച്ചിരുന്ന, ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന ആ പ്രൊവിൻസിന് ഒരു ലോ വേജസ് ഉണ്ട്. ആ ലോ വേജസിനേക്കാൾ താഴെയായിരുന്നു നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് തന്ന ശമ്പളമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ അപേക്ഷകളും അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 കാറ്റഗറിയെ അടിസ്ഥാനപ്പെടുത്തി ഈ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് അവർ 2024 സെപ്റ്റംബർ മുതലുള്ള എല്ലാ അപേക്ഷകളും പുനഃപരിശോധിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ 2 കാറ്റഗറി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ LMIക്ക് നിങ്ങൾ കൊടുത്ത അപേക്ഷകൾ 100% റിജക്റ്റ് ചെയ്യാനാണ് ഇപ്പോഴത്തെ കനേഡിയൻ സർക്കാരിന്റെ തീരുമാനമെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇതിന് മുന്നേ ഞാൻ പല വീഡിയോകളും ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തു. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്, മാക്സിമം ആളുകളെ ഈ കാനഡയിൽ നിന്ന് ചുരുക്കുക, എത്രയും വേഗം അവരെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുക, ഇത് മാത്രമാണ്. ഓരോ ദിവസവും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾക്ക് ആശ്വാസം നൽകുന്നതുണ്ട്, നമ്മൾക്ക് വിഷമം നൽകുന്നതുണ്ട്. എന്തായാലും നല്ല ഒരു ശുഭപ്രതീക്ഷ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Sign Out Rex C. Joy.
ബൈ.